ഹലോ എവറി വൺ, വെൽക്കം അഗൈൻ ടു ഇംഗ്ലീഷ് വാവ്. മലയാളക്കരയിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളൊരു പുസ്തകമാണ് PV രവീന്ദ്രൻ എഴുതിയിട്ടുള്ള ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരു ഫോർമുല എന്ന് പറയുന്ന ഒരു പുസ്തകം. PV രവീന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ സമർപ്പിച്ചിട്ട് എഴുതപ്പെട്ടിട്ടുള്ളൊരു പുസ്തകമാണ് ഈ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരു ഫോർമുല എന്നുള്ളത്. മലയാളികളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്, അതായത് ഒരുപാട് ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ജോലി പോലും രാജിവെച്ച് ഈ ഒരു ഉദ്യമത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചതാണ്. ഒരുപാട് കോപ്പികൾ മലയാളത്തിൽ വിറ്റഴിക്കപ്പെട്ടുള്ളൊരു പുസ്തകമാണ്. അപ്പോൾ അതിലൊരു സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇംഗ്ലീഷ് പഠന രീതിയാണ്. അപ്പോൾ ഞാൻ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോറിയിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പല സാഹചര്യങ്ങളും ആ സാഹചര്യങ്ങളുടെ ഇംഗ്ലീഷൊക്കെയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ആ സാഹചര്യങ്ങൾ നിങ്ങൾ നന്നായി മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയത്ത് ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് വരും. PV രവീന്ദ്രൻ ഈസ് എ ബ്രില്യൻ റൈറ്റർ. അദ്ദേഹം വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള എഴുത്തുകാരനാണ്. മലയാളവും അതെ, ഇംഗ്ലീഷും അതെ. അദ്ദേഹം നല്ലൊരു പ്രസംഗകനായിരുന്നു. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ഫോർമുലയൊക്കെ പഠിച്ച് നമ്മൾ അദ്ദേഹത്തെ ഒന്ന് കാണാൻ പോവുകയാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ അദ്ദേഹത്തെ അന്വേഷിച്ചിട്ട് നമ്മൾ പോവുകയാണ്. കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് നമ്മുടെ കയ്യിലില്ല. അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ അന്വേഷിച്ച് പോകുന്ന വഴികളിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന, നമുക്ക് ചോദിക്കേണ്ടി വരുന്ന ഇംഗ്ലീഷ്, നമുക്ക് പറയേണ്ടി വരുന്ന ഇംഗ്ലീഷ്, അല്ലെങ്കിൽ നമുക്ക് കേൾക്കേണ്ടി വരുന്ന ഇംഗ്ലീഷ്, അതിലൂടെ എങ്ങനെയാണ് വ്യത്യസ്തമായുള്ള ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് സങ്കല്പിക്കുക. അപ്പോൾ നമ്മൾ രവീന്ദ്രനെ അന്വേഷിച്ചിട്ട് ഒരു യാത്ര പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പോയി ഇറങ്ങണം. അദ്ദേഹത്തിൻ്റെ നാട് എറണാകുളമാണ്, നമുക്കറിയാം. നമ്മൾ അവിടെ പോയിട്ട് ഇറങ്ങുകയാണ്. അവിടെ പോയിട്ട് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് അദ്ദേഹത്തിൻ്റെ പേര് മാത്രമേ കാര്യമായിട്ട് നമുക്ക് അറിയുള്ളൂ, വേറെ ഒന്നും നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് ആളുകളോട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അദ്ദേഹത്തെ എവിടെയാണ് നമ്മൾ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ. അപ്പോൾ ആദ്യം ഒരു അപരിചിതനായിട്ടുള്ള ഒരാളെ കാണുന്ന സമയത്ത് നമുക്ക് അവരോട് ചോദിക്കാം. അപ്പോൾ നിങ്ങളിവിടെ പഠിക്കേണ്ട ഒന്നാമത്തെ കാര്യം, നമ്മൾ അപരിചിതരായിട്ടുള്ള ഒരാളെ കാണുന്ന സമയത്ത് നമ്മൾ അവരോട് ഒരു കാര്യം ചോദിക്കുന്നതിന് മുമ്പ് ഇംഗ്ലീഷിൽ നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. എന്താണത്? എക്സ്ക്യൂസ് മീ എന്നുള്ളതാണ്. എന്താണ് എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാളോട്, നമുക്ക് പരിചയമില്ലാത്ത ഒരാളോട്, അയാളോട് നമുക്ക് എന്തെങ്കിലും സംസാരിക്കണം, നമ്മൾ പറയുന്ന കാര്യം അവരൊന്ന് ശ്രദ്ധിക്കണം. ആ ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാജിക്കൽ വേർഡാണ് എന്ത്? എക്സ്ക്യൂസ് മീ എന്നുള്ളത്. എക്സ്ക്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ദയവ് ഇതൊന്ന് ശ്രദ്ധിക്കൂ എന്നുള്ളതാണ്. നമ്മളൊരാളോട് എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആളുകൾ നമ്മളൊന്ന് നോക്കും. കാരണം അത്രമാത്രം അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് വേർഡാണ്, ഒരു യൂസേജാണെന്ത്? എക്സ്ക്യൂസ് മീ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ രവീന്ദ്രനെ അന്വേഷിച്ചിട്ടുള്ള യാത്രയിലാണ്. നമ്മളൊരു അപരിചിതനോട് ചോദിക്കുകയാണ്, എക്സ്ക്യൂസ് മീ എന്ന് പറയാണ്. അപ്പോൾ എക്സ്ക്യൂസ് മീ എന്ന് നമ്മൾ പറയുന്ന സമയത്ത് അതിന് സ്വാഭാവികമായിട്ടുള്ളൊരു റിപ്ലൈ ഉണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, യെസ് എന്ന് പറയാം. നമ്മളോട് ഒരാൾ എക്സ്ക്യൂസ് മീ പറയണമെന്നുണ്ടെങ്കിൽ നമുക്കതിന് റിപ്ലൈ എന്ത് കൊടുക്കാം? യെസ്. ഇനി നിങ്ങൾ നല്ല ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഒക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പൊളൈറ്റായിട്ട് ഇങ്ങനെ പറയാം, യെസ്, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്? വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? അപ്പോൾ അപരിചിതരായിട്ടുള്ള ഒരാളെ കാണുന്ന സമയത്ത് നമുക്ക് എന്ത് ഹെൽപ്പോ എന്ത് കാര്യമോ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചോദിക്കേണ്ട കാര്യം എന്താണ്? എക്സ്ക്യൂസ് മീ എന്നുള്ളതാണ്. എക്സ്ക്യൂസ് മീ എന്ന് ഒരാൾ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ കൊടുക്കേണ്ട റിപ്ലൈ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ അതിന് പറയേണ്ടത് യെസ് എന്ന് പറയാം. യെസ്, അതായത് നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നു, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ യെസ്, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? നമ്മുടെ കയ്യിൽ രവീന്ദ്രൻ എന്ന് പേരെഴുതിയിട്ടുള്ള ഒരു സ്ലിപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സ്ലിപ്പ് നമ്മൾ ആ അപരിചിതൻ്റെ നേരെ നീട്ടിയിട്ട് നമ്മൾ ചോദിക്കുകയാണ്, വെയർ ക്യാൻ ഐ മീറ്റ് ദിസ് ജെൻറ്റിൽമാൻ? വെയർ ക്യാൻ ഐ മീറ്റ് ദിസ് ജെൻറ്റിൽമാൻ? എന്താ അങ്ങനെ പറഞ്ഞാൽ, ഈ ആളെ അല്ലെങ്കിൽ ഈ മനുഷ്യനിക്ക് എവിടെയാണ് കാണാൻ കഴിയുക? വെയർ ക്യാൻ ഐ മീറ്റ് ദിസ് ജെൻറ്റിൽമാൻ? അപ്പോൾ നമുക്കൊരാളെ കാണേണ്ട ഒരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അതൊരു ജെൻറ്റിൽമാൻ ആവട്ടെ അല്ലെങ്കിൽ ലേഡി ആയിക്കൊള്ളട്ടെ, ആരാവട്ടെ, വെയർ ക്യാൻ ഐ മീറ്റ് ദിസ് പേഴ്സൺ? വെയർ ക്യാൻ ഐ മീറ്റ് ദിസ് ലേഡി? വെയർ ക്യാൻ ഐ മീറ്റ് ദിസ് ജെൻറ്റിൽമാൻ? അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ രവീന്ദ്രൻ അന്വേഷിച്ചുള്ള യാത്രയിലാണ് നമ്മൾ ആ അപരിചിതനോട് ചോദിക്കുകയാണ്, വെയർ ക്യാൻ ഐ മീറ്റ് ദിസ് ജെൻറ്റിൽമാൻ? വെയർ ക്യാൻ ഐ മീറ്റ് ദിസ് ജെൻറ്റിൽമാൻ? ഈ സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആൾ, ഈ അപരിചിതനായിട്ടുള്ള ആൾ നിങ്ങൾക്ക് തരുന്ന മറുപടി, ഇദ്ദേഹം ഒരു കോളേജ് അധ്യാപകനായിരിക്കാനുള്ള സാധ്യത ഉണ്ട്, നിങ്ങൾ ആ കോളേജിലൊന്ന് പോയി അന്വേഷിക്കൂ എന്നാണ് പറയുന്നത്. രവീന്ദ്രനെ തേടിയിട്ടുള്ള യാത്രയാണ്. അപ്പോൾ നമ്മൾ നേരെ കോളേജിലേക്ക് പോവാണ്. ആ കോളേജിലേക്ക് പോകുന്ന ആ കോളേജിൻ്റെ കോറിഡോറിൽ തന്നെ, അതിൻ്റെ ആ ഇടവഴിയിൽ തന്നെ ആര് നിൽക്കുന്നുണ്ട്? ഒരാൾ നിൽക്കുന്നുണ്ട്. അയാൾ ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള, അപരിചിതനായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നമ്മൾ അയാളുടെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് നമ്മൾ അയാളോട് ചോദിക്കുകയാണ്, എന്താണ് നമ്മൾ ആദ്യം പറയേണ്ടത്? അപരിചിതനായിട്ടുള്ള ഒരാളോട് എക്സ്ക്യൂസ് മീ സർ, എക്സ്ക്യൂസ് മീ സർ. നമുക്ക് ചോദിക്കേണ്ടത്, എനിക്ക് രവീന്ദ്രനെ ഒന്ന് കാണാൻ കഴിയുമോ എന്നുള്ളതാണ്. എക്സ്ക്യൂസ് മീ സർ, മേ ഐ പ്ലീസ് മീറ്റ് മിസ്റ്റർ രവീന്ദ്രൻ?
നമ്മൾ ചോദിക്കുന്ന ചോദ്യം ശ്രദ്ധിക്കണം. മേ ഐ പ്ലീസ് മീറ്റ് മിസ്റ്റർ രവീന്ദ്രൻ. ഈ മേ ഐ വെച്ച് നമ്മൾ ചോദിക്കുന്ന ചോദ്യമൊക്കെ വളരെ പൊളൈറ്റായിട്ടുള്ള, വളരെ എളിമയോട് കൂടിയിട്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ രവീന്ദ്രനെ എനിക്കൊന്ന് കാണാൻ കഴിയുമോ, ദയവായിട്ട് എനിക്ക് രവീന്ദ്രനെ ഒന്ന് കാണാൻ കഴിയുമോ എന്നാണ് ചോദ്യം ചോദിക്കുന്നത്. എക്സ്ക്യൂസ് മീ സാർ, മേ ഐ പ്ലീസ് മീറ്റ് മിസ്റ്റർ രവീന്ദ്രൻ. അപ്പോൾ അയാളൊന്ന് ആലോചിക്കുകയാണ്. അയാളൊന്ന് ആലോചിച്ചിട്ട് നമ്മളോട് മറുപടി പറയുകയാണ്. അതായത് അയാൾക്കൊരു നിശ്ചയമല്ല, അത് ആരെക്കുറിച്ചിട്ടാണ് ഈ പറയുന്നതെന്ന് അയാൾക്കൊരു നിശ്ചയമല്ല. അപ്പോൾ അയാൾ നമ്മളോട് തിരിച്ച് ഏകദേശം അതേ യൂസേജ് തന്നെ വെച്ചിട്ടാണ് ഒരു മറുപടി പറയുന്നത്. അദ്ദേഹം നമ്മളോട് തിരിച്ചു ചോദിക്കുകയാണ്, മേ ഐ പ്ലീസ് നോ വിച്ച് രവീന്ദ്രൻ യു മീൻ. മേ ഐ പ്ലീസ് നോ വിച്ച് രവീന്ദ്രൻ യു മീൻ. ഏത് രവീന്ദ്രനെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് ദയവായിട്ട് പറയൂ. മേ ഐ പ്ലീസ് നോ വിച്ച് രവീന്ദ്രൻ യു മീൻ. നമ്മൾ ചോദിച്ച ചോദ്യം, എക്സ്ക്യൂസ് മീ സാർ, മേ ഐ പ്ലീസ് മീറ്റ് മിസ്റ്റർ രവീന്ദ്രൻ. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള കാര്യം, നമ്മൾ ആ രവീന്ദ്രനെ കുറിച്ചുള്ള കാര്യം അദ്ദേഹത്തോട് പറയാണ്. പക്ഷേ അദ്ദേഹം ഒരു ആലോചനയ്ക്ക് ശേഷം നമ്മളോട് പറയാണ്. നമ്മളോട് ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്, ഐ എം അഫ്രൈഡ് ഐ കനോട്ട് ഹെൽപ്പ് യു. ഐ എം അഫ്രൈഡ് ഐ കനോട്ട് ഹെൽപ്പ് യു. ദർ ഈസ് നോ ലെക്ചറർ ഹിയർ ബൈ ദിസ് നെയിം ആൻഡ് ഇനീഷ്യൽ. അയാൾ എന്താണ് പറഞ്ഞത്? ഐ എം അഫ്രൈഡ് ഐ കനോട്ട് ഹെൽപ്പ് യു. എന്താ ഐ എം അഫ്രൈഡ് ഐ കനോട്ട് ഹെൽപ്പ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐ എം അഫ്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മൾ അതിന് കൊടുക്കുന്ന ഒരു മീനിങ് പേടി എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ പേടി എന്നുള്ള അർത്ഥത്തിലല്ല. നമുക്കൊരാളെ സഹായിക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന മനോഹരമായിട്ടുള്ള യൂസേജ് ആണ് എന്ത്? അഫ്രൈഡ് എന്നുള്ളത്. അപ്പോൾ ഐ എം അഫ്രൈഡ് ഐ കനോട്ട് ഹെൽപ്പ് യു. അതായത് ഇപ്പോൾ നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല എന്നുള്ളതിൽ എനിക്ക് ഖേദമുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഖേദിക്കുന്നു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഐ എം അഫ്രൈഡ് I cannot help you. There is no lecturer here by this name and initial. ഇവിടെ ഈ പേരിലും ഈ അഡ്രസ്സിലും ഒരു അധ്യാപകനില്ല. I am afraid I cannot help you. There is no lecturer here by this name and initial. നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? മേ ഐ പ്ലീസ് മീറ്റ് മിസ്റ്റർ രവീന്ദ്രൻ. അപ്പോൾ അയാൾ നമ്മളോട് തിരിച്ചു പറഞ്ഞത് എന്താണ്? മേ ഐ പ്ലീസ് നോ വിച്ച് രവീന്ദ്രൻ യു മീൻ. അപ്പോൾ നമ്മൾ ഹിന്ദുവും കാര്യങ്ങളൊക്കെ കൊടുത്ത് അപ്പോൾ അദ്ദേഹം നമ്മളോട് തിരിച്ചു പറയുന്നത് ഐ എം അഫ്രൈഡ് ഐ കനോട്ട് ഹെൽപ്പ് യു. ഒരാളെ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ പറയുന്നൊരു യൂസാണെന്ത്? ഐ എം അഫ്രൈഡ് ഐ കനോട്ട് ഹെൽപ്പ് യു. ദർ ഇസ് നോ ലെക്ചറർ ഹിയർ ബൈ ദിസ് നെയിം ആൻഡ് ഇനീഷ്യൽ. അതോടൊപ്പം അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ചെറിയൊരു സൂചന ഉള്ളത്, ഈ പറയുന്ന രവീന്ദ്രൻ ഒരു പത്രം ആഫീസിലെ ഒരു ജോലിക്കാരനാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ അങ്ങോട്ട് പോയി അന്വേഷിക്കൂ, ഇംഗ്ലീഷ് പത്രം ആഫീസിലേക്കൊന്ന് പോയി അന്വേഷിക്കൂ എന്ന് പറയുന്നുണ്ട്. സമയം ഒരുപാട് പോയിരിക്കുന്നു, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം. അപ്പോൾ നിങ്ങളൊരു ഹോട്ടലിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഹോട്ടലിലേക്ക് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് ഹോട്ടലിനകത്ത് വെച്ചിട്ട് അവിടെ നിങ്ങൾക്ക് നല്ല പരിചയമുള്ള ഒരു പെൺകുട്ടിയുടെ മുഖം, അപ്പോൾ അവർ നിങ്ങളെ കണ്ട പാടത്തന്നെ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നു അത് നിങ്ങളുടെ കൂടെ പഠിച്ച ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ അവരോട് പറയുന്ന കാര്യം, നിങ്ങൾ പരിചയമുള്ള ആളുകളാണ്, അവിടെ നമ്മൾ എക്സ്ക്യൂസ് മീ എന്ന് പറയേണ്ട കാര്യമല്ല, ഹലോ ഹൗ ആർ യു എന്നാണ് നമ്മൾ പറയുക. പെട്ടെന്ന് നമുക്ക് പരിചയമുള്ള ഒരാളാണ്, അവരെ നമ്മൾ വീണ്ടും കാണുന്ന സമയത്ത് ഹലോ ഹൗ ആർ യു. അപ്പോൾ ഹലോ ഹൗ ആർ യു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ തിരിച്ച് പറയാം യെസ് ഐ എം ഫൈൻ, ഐ എം ഗുഡ് എന്നൊക്കെ മറുപടി പറയും. അപ്പോൾ ഇതേ ഒരു സംഭാഷണം അവിടെ നടക്കുകയാണ്. നിങ്ങൾ ചോദിക്കുന്നു ഹലോ ഹൗ ആർ യു എന്ന് ചോദിക്കുകയാണ്. കുറച്ച് എക്സൈറ്റഡ് ആയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. ഹലോ ഹൗ ആർ യു, യെസ് ഐ എം ഫൈൻ, യെസ് ഐ എം ഗുഡ് എന്നൊക്കെ നമ്മൾ മറുപടി പറയും. അപ്പോൾ ഈ പെൺകുട്ടി തനിച്ചല്ല, അവളുടെ കൂടെ അവളുടെ ഹസ്ബൻഡും ഉണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഈ പെൺകുട്ടി അടുത്തതായിട്ട് ചെയ്യുന്നത് അവളുടെ ഹസ്ബൻഡിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കാൻ പോകുന്ന ഒരു കാര്യം, ഒരാളെ മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ പെൺകുട്ടി അവളുടെ ഹസ്ബൻഡിനെ പരിചയപ്പെടുത്തി തരുന്നത് ഇങ്ങനെയാണ്, മീറ്റ് മൈ ഹസ്ബൻഡ് മിസ്റ്റർ പ്രസാദ്. അതായത് ഹസ്ബൻഡിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. പരിചയപ്പെടുത്തി തരുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു യൂസാണ് എന്ത്? മീറ്റ് മൈ ഹസ്ബൻഡ് മിസ്റ്റർ പ്രസാദ്. മീറ്റ് മൈ ഹസ്ബൻഡ് മിസ്റ്റർ പ്രസാദ്, അതായത് എൻ്റെ ഹസ്ബൻഡിനെ ഒന്ന് പരിചയപ്പെടൂ, മീറ്റ് മൈ ഹസ്ബൻഡ് മിസ്റ്റർ പ്രസാദ്. എന്നിട്ട് ഹസ്ബൻഡിനോട് തിരിച്ച് നിങ്ങളെക്കുറിച്ച് പറയാണ്. എങ്ങനെയാണത് പറയുക? ദിസ് ഈസ് മൈ ഫ്രണ്ട് മിസ്റ്റർ പ്രവീൺ. ദിസ് ഈസ് മൈ ഫ്രണ്ട് മിസ്റ്റർ പ്രവീൺ. ആദ്യം ഹസ്ബൻഡിനെ ഇങ്ങോട്ട് പരിചയപ്പെടുത്തി തരുമ്പോൾ എന്താണ് പറഞ്ഞത്? മീറ്റ് മൈ ഹസ്ബൻഡ് മിസ്റ്റർ പ്രസാദ്. ഇനി നിങ്ങളെ ഹസ്ബൻഡിന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന സമയത്ത് എന്താ പറഞ്ഞത്? ദിസ് ഈസ് മൈ ഫ്രണ്ട് മിസ്റ്റർ പ്രവീൺ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ അദ്ദേഹത്തിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു. ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന സമയത്ത് നമ്മളൊരു കാര്യം പറയും. എന്താണ് പറയുക? ഗ്ലാഡ് ടു മീറ്റ് യു. എന്താ പറയുക? ഗ്ലാഡ് ടു മീറ്റ് യു. നിങ്ങളെ കാണാൻ കഴിയുന്നതിൽ സന്തോഷം, പരിചയപ്പെടുന്നതിൽ സന്തോഷം. അപ്പോൾ ആ ഒരു സംഗതി ഒന്നും കൂടി ഒന്ന് റിവേഴ്സ് ചെയ്യുക. നമ്മൾ ആ ഹസ്ബൻഡിനെ ഇങ്ങോട്ട് പരിചയപ്പെടുത്തുന്ന സമയത്ത് പറഞ്ഞത് മീറ്റ് മൈ ഹസ്ബൻഡ് മിസ്റ്റർ പ്രസാദ്. നിങ്ങൾ തിരിച്ച് അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന സമയത്ത് പറഞ്ഞത് ദിസ് ഈസ് മൈ ഫ്രണ്ട് മിസ്റ്റർ പ്രവീൺ. നമ്മൾ അവർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന സമയത്ത് പറയുന്നത് ഗ്ലാഡ് ടു മീറ്റ് യു.
ഒരുപാട് സമയം നിങ്ങൾ അവിടെ നിന്ന് സംസാരിക്കുന്നു. അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ പിരിയുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട്. നമ്മൾ വീണ്ടും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ട് ഇങ്ങനെ പറയാം, സി യു അഗെയിൻ. സി യു അഗെയിൻ എന്ന് പറയാം. അതോടൊപ്പം ഒന്നും കൂടി നമുക്ക് ഒരു ഇംപ്രസീവ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ വെരി ഹാപ്പി അബൌട്ട് ദ ടൈം സ്പെൻഡ് ടുഗെദർ. വെരി ഹാപ്പി അബൌട്ട് ദ ടൈം സ്പെൻഡ് ടുഗെദർ. മനോഹരമായിട്ടുള്ള സമയമായിരുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതായത് നമ്മൾ ചിലവഴിച്ച സമയം ഉഷാറായിരുന്നു അല്ലെങ്കിൽ നല്ല സമയമായിരുന്നു എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് വെരി ഹാപ്പി അബൌട്ട് ദ ടൈം സ്പെൻഡ് ടുഗെദർ. സ്പെൻഡ് എന്നുള്ളത് SPENT ആണ് കേട്ടോ. ഓക്കെ, സോ വെരി ഹാപ്പി അബൌട്ട് ദ ടൈം സ്പെൻഡ് ടുഗെദർ. നിങ്ങളിപ്പോൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നിങ്ങൾ നേരെ വെച്ച് പിടിക്കുന്നത് ആ പത്രമാഫീസിലേക്കാണ്. ആ പത്രമാഫീസിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ഓഫീസിൻ്റെ മുമ്പിൽ നിങ്ങൾ നിൽക്കുകയാണ്. നിങ്ങൾക്ക് അതിൻ്റെ ആ ഓഫീസിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ആ ഓഫീസിൻ്റെ ഉള്ളിലിരിക്കുന്ന ആളോട് നിങ്ങൾക്ക് ചോദിക്കണം. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഓഫീസിലേക്ക് കയറി പോകാനാവില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു പെർമിഷൻ ചോദിക്കണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പെർമിഷൻ ചോദിക്കുക? സാധാരണഗതിയിൽ നമ്മൾ പെർമിഷൻ ചോദിക്കാറുള്ളത് ഇങ്ങനെയാണ്, മേ ഐ പ്ലീസ് കം ഇൻ. മേ ഐ പ്ലീസ് കം ഇൻ. ഞാൻ അകത്തേക്ക് വന്നോട്ടെ. മേ ഐ. ഇവിടെ നമ്മൾ മേ ഐ, ഈ മേ ഐ വെച്ചിട്ടുള്ള ഒരുപാട് യൂസുകൾ നമ്മുടെ ഡെയിലി ലൈഫിലുള്ളതാണ് കേട്ടോ. സോ മേ ഐ പ്ലീസ് കം ഇൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു റിപ്ലൈ വരും, യെസ് പ്ലീസ് കം ഇൻ. കം ഇൻ എന്നുള്ളതാണ്, കമ്മിങ് അല്ല. കുറേ ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട്. കം ഇൻ ആണ്. മേ ഐ പ്ലീസ് കം ഇൻ. അകത്തേക്ക് വന്നോട്ടെ. യെസ് പ്ലീസ് കം ഇൻ. നിങ്ങൾ ആ ഓഫീസിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. നിങ്ങളവിടെ ചെന്ന പാടെ അവരോട് ചോദിക്കുന്നു. മുമ്പ് നമ്മൾ രവീന്ദ്രനെ എനിക്കൊന്ന് കാണാൻ കഴിയുമോ എന്ന് ചോദിച്ച് മേ ഐ പ്ലീസ് മീറ്റ് മിസ്റ്റർ രവീന്ദ്രൻ എന്നുള്ളതാണ്. അതേ ചോദ്യം നമുക്ക് വേറെ രീതിയിൽ ചോദിക്കാം. മേ ഐ പ്ലീസ് ബി പെർമിറ്റഡ് ടു മീറ്റ് മിസ്റ്റർ രവീന്ദ്രൻ. മേ ഐ പ്ലീസ് ബി പെർമിറ്റഡ് ടു മീറ്റ് മിസ്റ്റർ രവീന്ദ്രൻ. മീനിങ് അത് തന്നെയാണ്. ദയവ് ചെയ്തിട്ട് എന്നെ മിസ്റ്റർ രവീന്ദ്രനെ ഒന്ന് കാണാൻ അനുവദിച്ചാലും. മേ ഐ പ്ലീസ് ബി പെർമിറ്റഡ് ടു മീറ്റ് മിസ്റ്റർ രവീന്ദ്രൻ. അപ്പോൾ അദ്ദേഹം നിങ്ങളോട് സീറ്റ് കാണിച്ചിട്ട് അദ്ദേഹം നിങ്ങളോട് ഇരിക്കാൻ പറയാണ്. പ്ലീസ് ബി സീറ്റഡ്. അദ്ദേഹം എന്താ പറയുന്നത്? പ്ലീസ് ബി സീറ്റഡ്. ദയവ് ചെയ്തിരിക്കൂ. അപ്പോൾ അതിന് നമ്മൾ പറയുന്ന ഒരു യൂസാണ് പ്ലീസ് ബി സീറ്റഡ്. പ്ലീസ് ബി സീറ്റഡ്. പ്ലീസ് ബി സീറ്റഡ്. ലെറ്റ് മീ സീ. ഞാനൊന്ന് നോക്കട്ടെ. അപ്പോൾ അയാൾ അവിടെ സ്റ്റാഫിൻ്റെ ഇതൊക്കെ എടുക്കുകയാണ്. അപ്പോൾ അതിന് അദ്ദേഹം നമ്മളോട് പറയുന്നത് പ്ലീസ് ബി സീറ്റഡ് ലെറ്റ് മീ സീ. ഞാനൊന്ന് നോക്കട്ടെ, ദയവ് ചെയ്തിട്ട് ഇരിക്കൂ. പ്ലീസ് ബി സീറ്റഡ് ലെറ്റ് മീ സീ. അദ്ദേഹം ആ ഫയലൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ നിങ്ങളുടെ പേര് പറയാണ്. ഐ എം പ്രദീപ് ഫ്രം കൊല്ലം. നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഐ എം പ്രദീപ് ഫ്രം കൊല്ലം. പക്ഷേ നിങ്ങൾ പറയുന്ന കാര്യം അദ്ദേഹം കേൾക്കുന്നില്ല. കാരണം അയാൾ മറ്റെന്തോ ഒരു ശ്രദ്ധയിൽ അങ്ങനെ ഈ ഫയൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം കേൾക്കാത്തത് കൊണ്ട് ആൾ നിങ്ങളോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്, അല്ലെങ്കിൽ തിരിച്ചൊരു കാര്യം നിങ്ങളോട് പറയാണ്. പാഡൺ എന്ന് പറയാണ്. പാഡൺ. എന്താണ് ഈ പാഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരാൾ പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടില്ല. അപ്പോൾ ആ പറഞ്ഞ കാര്യം ഒന്നും കൂടി ആവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക? പാഡൺ എന്നാ പറയാം. PARDON. അല്ലെങ്കിൽ ഒന്നും കൂടി ഭവ്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ബെഗ് യുവർ പാഡൺ. ബെഗ് യുവർ പാഡൺ. സോ ബെഗ് യുവർ പാഡൺ മീൻസ് നിങ്ങൾ ഒന്നും കൂടി പറഞ്ഞതൊന്ന് ആവർത്തിക്കൂ എന്നുള്ളതാണ്. സോ യു സേ യുവർ നെയിം. ഐ എം പ്രദീപ് ഫ്രം കൊല്ലം. അദ്ദേഹം അത് കേൾക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം അത് കേൾക്കാത്തത് കൊണ്ട് അദ്ദേഹം നിങ്ങളോട് തിരിച്ച് ചോദിക്കുന്നത് പാഡൺ ഓർ ബെഗ് യുവർ പാഡൺ. ബെഗ് യുവർ പാഡൺ. സോ ദാറ്റ് നിങ്ങളുടെ പേര് വീണ്ടും ആവർത്തിക്കുന്നു. ഐ എം പ്രദീപ് ഫ്രം കൊല്ലം. അദ്ദേഹം ഫയൽ മൊത്തം സെർച്ച് ചെയ്തതിനു ശേഷം അദ്ദേഹം നിങ്ങളോട് പറയുന്നു, ഐ എം സോറി. ഐ എം സോറി. വി ഡോണ്ട് ഹാവ് എ രവീന്ദ്രൻ ഓൺ ദ സ്റ്റാഫ്. വി ഡോണ്ട് ഹാവ് എ രവീന്ദ്രൻ ഓൺ ദ സ്റ്റാഫ്. ക്ഷമിക്കണം, ഞങ്ങൾക്ക് രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ ഞങ്ങളുടെ സ്റ്റാഫ് അംഗങ്ങളിലില്ല. ഐ എം സോറി, വി ഡോണ്ട് ഹാവ് എ രവീന്ദ്രൻ ഓൺ ദ സ്റ്റാഫ്. അതേപോലെ മുമ്പേ നമ്മളൊരു യൂസേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ എം സോറി, ദർ ഈസ് നോ ലെക്ചറർ ഹിയർ ബൈ ദിസ് നെയിം ആൻഡ് ഇനീഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ വേറെ രീതിയിലാണ് പറയുന്നത്. ഐ എം സോറി, വി ഡോണ്ട് ഹാവ് എ രവീന്ദ്രൻ ഓൺ ദ സ്റ്റാഫ്. ഞങ്ങളുടെ സ്റ്റാഫ് അംഗങ്ങൾക്കിടയിൽ രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ ഇല്ല. അപ്പോൾ അവിടെ പറയുമ്പോഴും നമ്മൾ എന്ത് പറഞ്ഞിട്ടാണ് പറയുന്നത്? ഐ എം സോറി എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അവരോട് ഒരു നന്ദി, നമുക്ക് പെട്ടെന്ന് ഇറങ്ങിപ്പോരാൻ കഴിയില്ല. നമ്മൾ അയാളോട് നന്ദി പറഞ്ഞ് ഞാൻ പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ. അപ്പോൾ നമ്മൾ എങ്ങനെ പറയാം? താങ്ക് യു സാർ, മേ ഐ ലീവ്. താങ്ക് യു സാർ, മേ ഐ ലീവ്. അദ്ദേഹം ഓക്കെ, ഓൾ റൈറ്റ് എന്ന് നമ്മളോട് പറയുന്നു. അങ്ങനെ നിങ്ങൾ ആ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നു. രവീന്ദ്രനെ കുറിച്ച് അന്വേഷിക്കാൻ മറ്റൊരു സ്ഥലം കൂടി ആ ഓഫീസിൽ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ അവിടേക്ക് പോകും. ഇപ്പോൾ നിങ്ങൾക്ക് സമയമല്ല, വൈകുന്നേരമായി, മറ്റൊരു ദിവസം നിങ്ങൾ അങ്ങോട്ട് പോകും. രവീന്ദ്രനെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ ചെറിയൊരു യാത്രയിൽ ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് യൂസേജസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് യാത്ര തുടരണം. നമുക്ക് രവീന്ദ്രനെ കണ്ടെത്തിയേ മതിയാകൂ. ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഓഫീസ് സെനാരിയോസ്, അതുപോലെ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന കുറേ നല്ല യൂസേജുകളുണ്ട്. അതോടൊപ്പം നമ്മുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുണ്ട്.
മൊബൈൽ ആപ്പിലൂടെയുള്ള ക്ലാസ്സുകളാണ്. 60 ദിവസത്തെ കോഴ്സാണ്. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്പീക്കിംഗ് കോഴ്സും ഉണ്ട്. നിങ്ങൾ ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റ് ആയിട്ടും ഒഴുക്കോടെയും ഒക്കെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ട്രെയിനിങ് അതുപോലെ തന്നെ സ്പീക്കിംഗ് പ്രാക്ടീസുകളുണ്ട്. സോ യു ക്യാൻ ജോയിൻ അവർ കോഴ്സ്. ഇവിടെ കാണിച്ചിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സീ ഇൻ അനദർ ക്ലാസ്. ബൈ ബൈ.